will be discussing on gas turbines later. അപ്പോൾ ഇതിലെ ഹൈഡ്രോളിക് ടർബൈൻസിന്റെ കേസ് പറയുമ്പോൾ വാട്ടർ ആണ് അതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യുന്ന ഫ്ലൂയിഡ്. ഇനി ടർബൈൻസ്, പൊതുവെ ടർബൈൻസിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത്? ടർബൈൻസിൽ നടക്കുന്നത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ്. എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന ടേംസ്. ഒന്ന് എനർജി ട്രാൻസ്ഫർ എന്ന് പറയും, എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. എന്താണ് ഈ എനർജി ട്രാൻസ്ഫറും ട്രാൻസ്ഫോർമേഷൻ തമ്മിലുള്ള വ്യത്യാസം? What is the difference between these two terms? Energy transfer and energy transformation. ഇതിന്റെ ഈ ടേംസ് നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് എനർജി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എനർജി ട്രാൻസ്ഫർ? Transfer means energy is transferred from one device to another. Transformation means the energy is transferred from one form of energy to another form of energy. വെരി ഗുഡ്. അപ്പോൾ എനർജി ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. എനർജി ട്രാൻസ്ഫോർമേഷൻ വെച്ചാൽ നമ്മൾ എപ്പോഴും ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഹാവിങ് സം സർട്ടൈൻ എനർജി. ആ ഫ്ലൂയിഡ് എനർജിയെ നമ്മൾ വിൽ ബി കൺവേർട്ടിങ് ഓർ ട്രാൻസ്ഫോമിങ് ഇറ്റ് ഇൻ ടു സം അതർ ഫോം. അപ്പോൾ നമ്മുടെ യൂസ്ഫുൾ ഫോം എന്താണോ നമുക്ക് വേണ്ടത്. നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത്? There will be stored energy, water energy. അത് റിസർവെയർ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് പ്രഷർ എനർജി ആയിട്ടോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയോ കൈനറ്റിക് എനർജിയോ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എനർജിയെ ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സം അതർ ഫോം. എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേണ്ടത്? വിൽ ബി കൺവേർട്ടിങ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിൽ ബി ഗെറ്റിംഗ് ദി ഇലക്ട്രിക്കൽ എനർജി. ഫസ്റ്റിലെ നമ്മൾ ഹൈഡ്രോളിക് എനർജി വിൽ ബി കൺവേർട്ടിംഗ് ദാറ്റ് ഇൻ ടു മെക്കാനിക്കൽ പാർട്ട്, മെക്കാനിക്കൽ എനർജി, ദെൻ മെക്കാനിക്കൽ എനർജി വിൽ ബി ട്രാൻസ്ഫോംഡ് അഗെയിൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ആ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നടക്കുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ടർബൈൻസ് എന്ന് പറയുന്നത്. ഈ കാര്യം മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ദി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകുമ്പോൾ ദ സ്ലൈഡ് വാട്ട് യു സീ ജസ്റ്റ് നൗ ഇറ്റ്സ് എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ പവർ പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ ഒരു ജസ്റ്റ് റെപ്രസെന്റേഷൻ ഡയഗ്രാം ആണ്, ആക്ച്വൽ സ്കെച്ച് ഒന്നും അല്ല, ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ഡയഗ്രാം ആണ്. എന്താണ് പവർ പ്ലാന്റ്, അവിടെ എന്തൊക്കെ കമ്പോണൻസ് ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്, കുറച്ച് ടേംസ് അവിടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക്. ഇവിടെ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഷോസ് എ ഡാം. എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവെയർ ആണ്. നിങ്ങൾക്കറിയാമല്ല ഡാം എന്താണ്, നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഡാം മീൻസ് യു ഹാവ് സ്റ്റോർഡ് വാട്ടർ അറ്റ് സർട്ടൈൻ ഹൈറ്റ്. അപ്പൊ അത് ആ എത്ര ഹൈറ്റ് ആണ് നമ്മുടെ ഇവിടെ നോക്കിയിട്ട് ഒരു ഗ്രോത്ത് ഹെഡ്, അതിലോട്ട് വരാൻ ഞാൻ ആ ടേംസ് സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അവിടെ ഹെഡ് റേസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡാം ആണ്, ദാറ്റ് മീൻസ് സ്റ്റോർഡ് റിസർവ്, വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റിസർവെയർ. ഇതാണ് ഡാം എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദ ഡാം വാട്ടർ വിൽ ബി ബ്രോട്ട് ടു ദി പവർ ഹൗസ്. അപ്പോൾ ഈ പവർ ഹൗസിന്റെ അകത്താണ് ടർബൈൻസും ജനറേറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഡാമും പവർ ഹൗസും തമ്മിലുള്ള കണക്ടിങ് ഡക്ട്സ് ആണ് എന്താണ് പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത്. നമ്മൾ പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പൈപ്പ് ലൈൻസ് ആണ് പെൻസ്റ്റോക്സ് ഉദ്ദേശിക്കുന്നത്. ബട്ട് പെൻസ്റ്റോക്സ് ആർ മീൻസ് ലാർജർ ഡയമീറ്റർ ആയിട്ടുള്ള പൈപ്പിന്, അതായത് ഈ നമ്മുടെ വലിയ ഡയമീറ്റർ നിങ്ങൾ ഡാംസ് വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. പെൻസ്റ്റോക്ക് ലാർജർ ഡയമീറ്റർ ആയിട്ടുള്ള പൈപ്പ് ലൈൻസ് ആണ്. അതായത് ഈ ഡാമിനെയും പവർ ഹൗസിലോട്ടുള്ള ടർബൈൻസിലോട്ട് വെള്ളത്തെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാർജർ ഡയമീറ്റർ ഉള്ള പൈപ്പ് ലൈൻസ് ആണ് പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ദ എനർജി വിൽ ബി സ്റ്റോർഡ്, അതായത് ഹൈ ഹെഡിലാണ് അല്ലെങ്കിൽ ഒരു റിസർവെയറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് അറ്റ് സർട്ടൈൻ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് വാട്ടർ വിൽ ബി ക്യാരിയിങ് വാട്ട് പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി വാട്ടറിന്റെ എനർജി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് വാട്ടർ വിൽ ബി ബ്രോട്ട് ടു ദി പവർ ഹൗസ്, ടർബൈനിലോട്ട് കൊണ്ടുവരും. ടർബൈനിന്റെ ഈ പെൻസ്റ്റോക്സിന്റെ എൻഡില് വിൽ ഹാവ് എ നോസിൽ. അപ്പൊ ഇതൊരു ഇമ്പൾസ് ടർബൈൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടർബൈൻസ് നമ്മൾ റിയാക്ഷൻ ടർബൈൻസ് വരുമ്പോൾ അതിന്റെ ഓപ്പറേഷനിൽ കുറച്ച് വ്യത്യാസം വരും. ഇപ്പൊ നോർമലി ഒരു ഇമ്പൾസ് ടർബൈന്റെ കേസിലാണെങ്കിൽ പെൻസ്റ്റോക്സിന്റെ എൻഡിൽ, അതായത് ടർബൈൻസിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇറ്റ് വിൽ എൻ്റർ ദി ടർബൈൻ ത്രൂ എ നോസിൽ. ആ നോസിൽ എന്തിനാണ് വെച്ചേക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജിയെ, അതായത് ഈ വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ ദാറ്റ് വിൽ ബി എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അതായത് നോസിലിന്റെ വെളിയിലോട്ട് വരുന്നതാണ് ഹൈ കൈനറ്റിക് എനർജി ഉള്ള വാട്ടർ ജെറ്റ് ആയിരിക്കും. ദാറ്റ് വാട്ടർ ജെറ്റ് വിൽ ഇംപിഞ്ച് ഓൺ ദി ടർബൈൻ റണ്ണർ. നമ്മൾ ഈ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അതിനാണ് ഇമ്പാക്ട് ഓഫ് ജെറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്.
So runner means a rotating wheel with a large number of vanes fixed on the periphery. So ഈ high kinetic energy ഉള്ള jet ഒന്ന് strike ചെയ്യുമ്പോൾ what will happen? This will be rotating. ഏത് runner rotate ചെയ്യും, so that the runner അതിന്റെ ഷാഫ്റ്റിലോട്ട് ഈ എനർജി kinetic energy എന്തായിട്ട് ഏത് എനർജി ആയിട്ട് മാറി? Rotation എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി. That turbine that it is connected to the generator. The mechanical energy ടർബൈനും ജനറേറ്റർ നമ്മുടെ പവർ ജനറേറ്ററും തമ്മിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് സ്റ്റോർഡ് കൺവേർട്ടഡ് മെക്കാനിക്കൽ എനർജി ദെൻ ട്രാൻസ്ഫോംസ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറി മെക്കാനിക്കൽ ഫോമിലോട്ട് മാറി ദെൻ ഫൈനലി ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ദി ഇലക്ട്രിക്കൽ എനർജി. ഇനി ഇവിടെ രണ്ട് കാര്യങ്ങളോട് മാർക്ക് ചെയ്തത് ഹെഡ് റൈസ് എന്ന് പറയുന്നത് റിസർവയറിലുള്ള വാട്ടർ ലെവലിലെ വാട്ടർ സർഫസിന്റെ ഇതിനെ പറയുന്ന ഹെഡ് റൈസ് എന്ന് പറയും. നമ്മൾ ഹെഡ് റൈസ് ലെവൽ എന്ന് പറയും. അതായത് ഈ എത്ര ഹൈറ്റിലാണോ വാട്ടർ അവൈലബിൾ അതിന്റെ വാട്ടർ സർഫസിന്റെ ഹെഡ് റൈസ് എന്ന് പറയും. ഈ ടെയിൽ റൈസ് എന്ന് പറയുന്നത് ടർബൈൻസിന്റെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ദെൻ അതിന്റെ എക്സിറ്റ് ചെയ്ത് വേറൊരു ലോവർ ചാനലിലോട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ടെയിൽ റൈസ് അതായത് എക്സിറ്റ് ചെയ്യുന്ന വാട്ടറിന്റെ സർഫസ് ലെവൽ ആ ഒരു ചാനലിലുള്ള സർഫസ് ലെവൽ നമ്മൾ ടെയിൽ റൈസ് എന്ന് പറയും. ടെയിൽ റൈസ് ലെവൽ എന്ന് പറയും. ഈ ഹെഡ് റൈസ് ലെവലും ടെയിൽ റൈസ് ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഗ്രോസ് ഹെഡ് എന്നുള്ളത്. അതായത് ഗ്രോസ് ഹെഡ് അതായത് ടോട്ടൽ ഹെഡ് എത്ര ഹെഡാണ് അവൈലബിൾ, അതായത് ടർബൈൻ ഹെഡ് റിസർവയറിലെ ഹെഡ് ലെവലും ടെയിൽ റൈസിലെ ഹെഡ് ലെവലും വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്രോസ് ഹെഡ് എന്ന് വിളിക്കുന്നത്. Then you can see some net head available. Net head എന്ന് പറയുന്നത് ആക്ച്വലി എത്ര ഹെഡ് ഇപ്പൊ ഇത്രയും ഹെഡ് എനർജി ആ വാട്ടറിനുണ്ട്. അതായത് ഹെഡ് റൈസ് ലെവലും ടെയിൽ റൈസ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത്രയും ഈക്വലന്റ് ആയിട്ടുള്ള എനർജിയാണ്, അത്രയും മാക്സിമം ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മാക്സിമം ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. അല്ലെങ്കിൽ വാട്ടറിൽ അത്രയും എനർജി കണ്ടന്റ് ഉണ്ടെങ്കിലും വാട്ട് ഈസ് അവൈലബിൾ ഫോർ കൺവേർഷൻ ഈസ് അതിന്റെ ഈക്വലന്റ് ആണ് നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. എത്ര എനർജിയാണ് ആക്ച്വലി കൺവേർട്ടഡ് ആവാനായിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ആ നെറ്റ് ഹെഡ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയാം ഈ പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത് എന്താണ്, പൈപ്പ് ലൈൻസ് ആണ്. സോ വെനെവർ ദർ ഈസ് ഫ്ലോ ത്രൂ പൈപ്പ് ലൈൻസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്താണ് ഫ്രിക്ഷന്റെ കേസ് നമ്മൾ അവിടെ വരും. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് ദർ വിൽ ബി ഹെഡ് ലോസ് അക്കംപനീഡ് വിത്ത് ഇറ്റ്. ആ ഹെഡ് ലോസ് വരുമ്പോൾ ആക്ച്വൽ ഹെഡ് അവൈലബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഗ്രോസ് ഹെഡ് ചെയ്യുന്ന എത്ര ഫ്രിക്ഷൻ ഉണ്ട് പൈപ്പ് ലൈനിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് കൂടുതൽ എന്തുണ്ടാവും ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവും. അപ്പൊ ആ ഫ്രിക്ഷൻ പിന്നെ പൈപ്പ് അതിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാണും. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്, മേജർ ലോസും മൈനർ ലോസസും കൂടി സം ചെയ്യുന്നതാണ്. മേജർ ലോസ് എന്ന് പറയുന്നത് പൈപ്പ് ലൈനിൽ ഉണ്ടാവുന്ന ലോസും, മൈനർ ലോസസ് എന്ന് പറയുന്നത് പൈപ്പ് ഫിറ്റിംഗ്സ് ഉണ്ടാവും. ഈ പറയുന്ന കണക്ട് അതായത് ഒറ്റ പൈപ്പ് ആവത്തില്ല, ഡിഫറെന്റ് പൈപ്പ് ലൈൻസ് കണക്ടേഴ്സ് കാണും, വാൽവ്സ് കാണും, റെഡ്യൂസേഴ്സ് കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് പൈപ്പ് ഫിറ്റിംഗ്സ് ഈ പൈപ്പ് ലൈൻസിൽ കാണും. ഓൾ ദോസ് വിൽ കോൺട്രിബ്യൂട്ട് ടു ടോട്ടൽ ഹെഡ് ലോസ് ഇൻ ദി പൈപ്പ് ലൈൻ. ആ ഹെഡ് ലോസ് നമ്മൾ ഡിഫറെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് ഹെഡ് നോർമലി ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടത് ഈ ഹെഡ് കൂടി, അതായത് ആക്ച്വലി ഈ ടർബൈൻ നമ്മൾ ഏത് ഹെഡിലാണോ നമ്മൾ ടർബൈൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അത്രേ വരെയുള്ള ഹെഡേ കിട്ടുള്ളൂ. അതായത് ടർബൈന്റെ ലെവൽ തൊട്ട് ടെയിൽ റൈസ് ലെവൽ വരെയുള്ളതും ആക്ച്വലി യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ ഡയഗ്രത്തിൽ അത് കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അതായത് ഈ ടെയിൽ റൈസ് ലെവലും ടർബൈൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലെവലും തമ്മിലുള്ള ആ ഡിഫറൻസ് കൂടി നെറ്റ് ഹെഡിന്റെ അകത്ത് സബ്ട്രാക്ട് ആവും. അതായത് ഗ്രോസ് ഹെഡ് ഇത് സബ്ട്രാക്ട് ആയിട്ട് കിട്ടുന്നതാണ് ഈ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് അബൌട്ട് ദി ഡിസ്ക്രിപ്ഷൻ ഓൺ എ പവർ പ്ലാന്റ്, ഹൈഡ്രോളിക് പവർ പ്ലാന്റ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? സർ നെറ്റ് ഹെഡും ഗ്രോസ് ഹെഡിന്റെ അപ്പം ഡിഫറൻസ് എന്തുവാ? അതാ പറഞ്ഞത് ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള വെച്ചാല് ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത് ഈ ഹെഡ് റൈസ്, അതായത് റിസർവയറിന്റെ ലെവൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ മാർക്ക് ചെയ്തേക്കുന്ന ഒരു ഡോട്ടർ ലൈൻ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഡാമിലെ വാട്ടറിന്റെ ലെവല്. അപ്പൊ ആ ഹൈറ്റും ടെയിൽ റൈസ് എന്ന് പറയുന്നത് ടർബൈനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന വാട്ടർ പിന്നെ ഫ്ലോ ചെയ്യുന്ന വേറൊരു ചാനലാണ്. അപ്പൊ ആ ചാനലിലുള്ള വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഡിഫറെന്റ് വാട്ടർ ലെവൽ രണ്ട് വാട്ടർ ലെവൽസ് തമ്മിൽ ആ ഗ്രോസ് ഹെഡിൽ നിന്ന് ഈ ഫ്രിക്ഷണൽ ലോസ് മൈനസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ്, ഈ ഡാമിൽ നിന്ന്
പവർ ഹൗസിലോട്ട് വരുന്നത് എങ്ങനെയാണ്? പെൻസ്റ്റോക്സ് വഴിയിട്ടാണ്. പെൻസ്റ്റോക്സ് എന്ന് പറഞ്ഞ പൈപ്പ് ലൈൻസ് ആണ്. അപ്പൊ ആക്ച്വൽ ഹെഡ് എന്ന് പറയുന്നത് ഈ എന്താണോ ഗ്രോസ് ഹെഡ്, ആ ഗ്രോസ് ഹെഡ് ചെയ്യുന്ന ലോസസ് മൈനസ് ചെയ്യണം. അതായത് നമുക്ക് ടോട്ടൽ ഹെഡ് അവൈലബിൾ ഫോർ കൺവേർഷൻ എന്ന് പറയുന്നത് കുറെ ഹെഡ് ലോസ് ഇവിടെ വരും, ഫ്രിക്ഷണൽ ലോസസ് വരും. ആ ഫ്രിക്ഷണൽ ലോസസ് നമ്മുടെ HF എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. HF എന്നും പറഞ്ഞിട്ട് ഒരു ഇൻക്ലൈൻ ഡോട്ടഡ് ലൈൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എനർജി ലൈനൊക്കെ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ അതിലോട്ട് പോവാം. ഈ HF എന്ന് പറയുന്നത് എന്താണ്? ഈ പൈപ്പ് ലൈൻ, അതായത് റിസർവയറും ടർബൈൻ്റെ ഇൻലെറ്റ് വരെയുള്ള പൈപ്പ് ലൈൻസിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ലോസസ് മൈനസ് ചെയ്യണം. അപ്പൊ ഹെഡ് ലോസ് ഒരു സപ്പോസ് ഈ ഗ്രോസ് ഹെഡ് 100 മീറ്റർ ആണെങ്കിൽ ഈ ദർ വിൽ ബി സം ലോസസ്, 5 മീറ്ററിന്റെ ലോസസ് ഈ പൈപ്പ് ലൈനിൽ ഉണ്ടെങ്കിൽ ദിസ് 100 - 5 ആണ് നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഈ ടെയിൽ റേസ് ലെവലും ഇവിടെ ഈ ഡയഗ്രത്തിലാണെങ്കിൽ ഈ ടെയിൽ റേസ് ലെവൽ കാണിച്ചിരിക്കുന്നത് കുറെ താഴെയാണ്, അതിന്റെ മുകളിലായിട്ടാണ് ഈ എന്താണ് ടർബൈൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഹൈറ്റ് ആക്ച്വലി യു ഹാവ് ടു സബ്ട്രാക്ട് ഫ്രം ദി ഗ്രോസ് ഹെഡ്. അത് ഞാൻ അതിന്റെ വേറൊരു ഡയഗ്രാം വരുന്നുണ്ട്, അതിന്റെ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഗ്രോസ് ഹെഡ് മൈനസ് ദിസ് ഫ്രിക്ഷണൽ ലോസ് മൈനസ് ദ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ടർബൈൻ എത്ര ഹൈറ്റിലാണോ ഇരിക്കുന്നത് അതും ടെയിൽ റേസ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ് കൂടി മൈനസ് ചെയ്യുക. കാരണം അത്രയും ഹെഡേ ഉള്ളൂ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേത് നോട്ട് അവൈലബിൾ ഫോർ കൺവേർഷൻ. മനസ്സിലായോ അത്? Yes, sir. Okay. Now let us see how the turbines are classified. നമ്മൾ നേരത്തെ ഹൈഡ്രോളിക് മെഷീന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ ഡിഫറെന്റ് ക്രൈറ്റീരിയ മെൻഷൻ ചെയ്തു. ആൻഡ് ഹിയർ ഇൻ സിമിലർ മാനർ you can classify turbines according to different criteria. അതിൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ കുറെ നമ്മൾ എപ്പോഴും ടർബൈൻസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ ഒന്നുകിൽ അതിന്റെ ടൈപ്പ് എന്താണോ നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ രീതിയിലായിരിക്കും അതിന്റെ ഡെഫിനിഷൻ നമ്മൾ അതിനെ കോൾ ചെയ്യുക. അപ്പൊ അതിന് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് വാട്ടർ ഓൺ റണ്ണർ അതായത് അല്ലെ ബ്ലേഡ്. അതായത് ഈ വാട്ടർ എങ്ങനെയാണ്, എന്താണോ, ഏത് മെക്കാനിസം ആണോ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ചെയ്യാം. ഒന്ന് ഇമ്പൾസ് ടർബൈന്, ഒന്ന് റിയാക്ഷൻ ടർബൈന്. അതിൽ ഇമ്പൾസ് ടർബൈൻസ് എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പൊ ഞാൻ ആ ഡയഗ്രാം മറ്റേ സ്കീമാറ്റിക് ഡയഗ്രാം പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്താണ് ഇമ്പൾസ് ടർബൈൻസിന്റെ കേസിലാണെങ്കിൽ ഈ ടർബൈനിന്റെ അകത്ത് പ്രഷറിലെ ചേഞ്ച് ഉണ്ടാവില്ല. ദർ വിൽ നോട്ട് ബി എനി pressure difference inside when the water flows inside the turbine. അതായത് എനർജി അവിടെ വാട്ടറിന്റെ എനർജി ഡാമിൽ നമ്മൾ പറഞ്ഞു the water will be stored, so it will be having certain potential energy. That potential energy, entire potential energy will be converted into kinetic energy with the help of a nozzle. അപ്പൊ നോസിൽ നിന്ന് വെളിയിൽ വരുന്ന എന്താണ് ഹൈ കൈനറ്റിക് എനർജി ഉള്ള ജെറ്റ് ആണ്. ദാറ്റ് വിൽ ബി ദാറ്റ് ഹൈ കൈനറ്റിക് എനർജി ജെറ്റ് വിൽ മേക്ക് ഇമ്പാക്ട് ഓർ ഇറ്റ് വിൽ ഇംപിഞ്ച് ഓൺ ദി റണ്ണർ. അപ്പൊ അതിന്റെ ഇമ്പൾസ് ആണ് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹൈ ഫോഴ്സ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ കൈനറ്റിക് എനർജിയുള്ള ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പൾസ് അതാണ് എന്ത് അതിന്റെ റൊട്ടേഷൻ കോസ് ചെയ്യുന്നതും അത് റൊട്ടേറ്റ് ചെയ്യുന്നതും. ടർബൈൻ that is how the energy is converted into mechanical energy, then that converted into electrical energy. അപ്പൊ അവിടെ ടർബൈനിന്റെ അകത്ത് ഇത് ഫ്ലോ ചെയ്യും, വാട്ടർ ഫ്ലോ നടക്കുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ്. There is no pressure difference from inlet to exit of the turbine. അത് മനസ്സിലാക്കുക. ഇതിന്റെ അകത്തെ പ്രഷർ, ടർബൈനിന്റെ അകത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്, and that is remain constant. അപ്പൊ അതിന്റെ അകത്ത് യാതൊരു പ്രഷർ ചേഞ്ച് ഇല്ല. The entire energy change from potential energy to kinetic energy. Potential energy എന്ന് പറയുന്നത് ഹൈ പ്രഷറിലുള്ളതായിരിക്കും. ഹൈ പ്രഷർ, ആ പ്രഷർ that will be that energy conversion takes place outside the turbine. ഇതിന്റെ അകത്ത് പ്രഷർ ചേഞ്ച് ഇല്ല, and that pressure remains equal to atmospheric pressure. അതാണ് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. അതേസമയം റിയാക്ഷൻ ടർബൈൻസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണ് റിയാക്ഷൻ ടർബൈൻസിൽ നമ്മൾ പറയുമ്പോൾ നമ്മളെ നോസിൽസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പെൻസ്റ്റോക്സ് റിയാക്ഷൻ ടർബൈൻസിൽ റണ്ണറും ആ റണ്ണറിനെ സറൗണ്ട് ചെയ്തിട്ട് സ്റ്റേറ്റേഴ്സുകൾ, സ്റ്റേറ്റർ എന്ന് പറയും, അതിന് സ്റ്റേഷനറി പാർട്ട് സ്റ്റേറ്റർ എന്ന് പറയും. ഈ സ്റ്റേറ്ററിൽ
സ്റ്റേറ്ററിലും റണ്ണറിലും വെയിൻസ് കാണും. സ്റ്റേറ്റർ വെയിൻസിന് നമ്മൾ സ്റ്റേഷനറി വെയിൻസ് ആണ്, ദാറ്റ് ഈസ് നോട്ട് കോസിങ് എനി റൊട്ടേഷൻ. അപ്പൊ ഈ സ്റ്റേറ്ററിലുള്ള വെയിൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ വാട്ടറിനെ ഗൈഡ് ചെയ്യുക. എവിടേക്ക് ഗൈഡ് ചെയ്യുക? റണ്ണറിലോട്ട് ഗൈഡ് ചെയ്യുക. എത്ര ആംഗിളിലാണോ എൻ്റർ ചെയ്യേണ്ടതോ ആ റിക്വേർഡ് ക്വാണ്ടിറ്റി നമുക്ക് റണ്ണറിലോട്ട് കിട്ടുന്ന രീതിയിലാണ് ഗൈഡ് വെയിൻസ് നമുക്ക് അറേഞ്ച് ചെയ്തത്. ഗൈഡ് വെയിൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടർബൈൻസിന്റെ സ്റ്റേറ്ററിലാണ് ആ ഗൈഡ് വെയിൻസ് വരുന്നത്. ആ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഈ റണ്ണറിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പാർട്ടിനെ നമ്മൾ സ്റ്റേറ്റർ എന്ന് പറയും. ആ സ്റ്റേറ്ററിൽ ഗൈഡ് വെയിൻസ് ഉണ്ടാവും. ആ ഗൈഡ് വെയിൻസ് യു ക്യാൻ അഡ്ജസ്റ്റ് സോ ദാറ്റ് വാട്ടർ വിൽ ബി റിക്വേർഡ് ക്വാണ്ടിറ്റി വാട്ടർ റിക്വേർഡ് ഡയറക്ഷനിൽ റണ്ണറിലോട്ട് എൻട്രി ചെയ്യും, അതായത് റണ്ണർ വെയിൻസിലോട്ട് എൻട്രി ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രം when water flows through the runner of the reaction turbine, the pressure will decrease. അതായത് ടർബൈൻസ് റണ്ണറിന്റെ ഇൻലെറ്റിലും എക്സിറ്റിലും പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. പ്രഷർ ടർബൈൻസിൽ എപ്പോഴും എന്താണ് എക്സ്പാൻഷൻ ആണ്. അറ്റ് ദി എക്സിറ്റ് ഓഫ് ദ ടർബൈൻ ദ പ്രഷർ വിൽ ഡിക്രീസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ എക്സ്പാൻഷൻ ആണ്, എനർജി എക്സ്പാൻഡ്. ഒരു ഫ്ലൂയിഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു, അവിടെ എനർജി. സോ ഫ്രം ദി ഇൻ എ റിയാക്ഷൻ ടർബൈൻ, ടർബൈൻസിന്റെ റണ്ണറിന്റെ എ പാർട്ട് ഓഫ് ദി എനർജി conversion takes place inside the turbine runner. അവിടെ പ്രഷറിൽ ചേഞ്ച് വരും. പ്രഷർ ചേഞ്ച് വരുമ്പോൾ എന്താണ്? പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? when there is pressure change, what happens to the velocity, kinetic energy? റിയാക്ഷൻ ടർബൈൻസിന്റെ കേസിൽ പ്രഷർ ചേഞ്ച് വരുന്നു. ഞാൻ പറഞ്ഞു റണ്ണറിൽ when the water flows through the runner of the turbine, the pressure decreases. So what will happen to the kinetic energy or the velocity? Hello? Response illa. ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഹലോ, താമസി, സിദ്ധാർത്ഥ, ഹലോ സർ, കേൾക്കാം. പറയൂ, ചോദിക്കുന്നതിന്റെ ആൻസർ പറയൂ. ഏതോ എനർജി ഇൻക്രീസസ്, വെലോസിറ്റി, കൈനറ്റിക് എനർജി ഇൻക്രീസസ്. അതാണ് ഈ റിയാക്ഷൻ ടർബൈൻ ഇമ്പൾസ് തമ്മിലാണ് വ്യത്യാസം. സോ വെൻ ദി വാട്ടർ ഫ്ലോസ് ത്രൂ ദി, ആ പ്രഷർ ചേഞ്ച് വരും, അതിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ എന്നുള്ള ടേമിനകത്തിൽ വെൻ ദ പ്രഷർ ചേഞ്ച് ഇസ് ദയർ, ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി എനർജി കൺവേർഷൻ. അതേസമയം ആ എനർജി കൺവേർഷൻ എവിടെ ഇല്ലായിരുന്നു? ഇമ്പൾസ് ടർബൈന്റെ കേസിൽ അവിടെ എനർജി കൺവേർഷൻ, അതായത് പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജി കൺവേർഷൻ, entire that conversion takes place outside the turbine. നോസിലാണ് നടക്കുന്നത്. ആ നോസിലിൽ ഹൈ കൈനറ്റിക് എനർജി ജെറ്റ് വന്ന് ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് റണ്ണർ റൊട്ടേഷൻ നടക്കുന്നത്. അതേസമയം റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് ഗൈഡ് വെയിൻസിൽ ഫ്ലോ ചെയ്യുമ്പോൾ, അതായത് എ പാർട്ട് ഓഫ് എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് and another part takes place when the water flows through the turbine runner. So pressure decrease ചെയ്യാൻ അവിടെയും കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവുന്നു. So that energy conversion takes place inside the runner or rotor of the machine. അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ പ്രഷർ ചേഞ്ച് അവിടെ വരുന്നതിനാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഇമ്പൾസ് ടർബൈൻ ആൻഡ് റിയാക്ഷൻ ടർബൈൻ. നമ്മൾ ഇതിൽ മൂന്ന് ടൈപ്പ് അതായത് പെൽറ്റൺ ടർബൈന്, 3 ടൈപ്പ് ടർബൈൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽഡ് ആയിട്ട്. അതിന്റെ അനാലിസിസിലോട്ട് വരും. പെൽറ്റൺ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കെപ്ലാൻ ടർബൈൻ. അതിലെ പെൽറ്റൺ ടർബൈൻ ഓർ പെൽറ്റൺ വീൽ എന്ന് പറയും. പെൽറ്റൺ വീൽ is an example for impulse turbine, and the other two what I just now said, Francis turbine and Kepler turbines, those two turbines are reaction type machines. ഈ പെൽറ്റൺ, ഫ്രാൻസിസ്, കെപ്ലാൻ എന്ന് പറയുന്നത് അത് ഇൻവെന്റ് ചെയ്തവരുടെ പേരിലാണ് ആ ടർബൈൻസിന്റെ അറിയപ്പെടുന്നത്. That is why
They are called as Pelton, Kaplan, and Francis. So this classification is according to the action of water on the blade. Impulse action or reaction. Impulse action is the energy conversion from potential to kinetic takes place outside the runner with the help of a nozzle, and while water flowing through the turbine runner, the pressure remains constant, and that pressure is equal to atmospheric pressure. അതേസമയം reaction turbines a part of energy conversion takes place while the water flows through the turbine runner. Pressure is not same. Pressure varies or pressure decreases as the water flows through the turbine runner. മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ എന്താണ്, അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ആ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വലന്റ് ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് reaction turbines, the pressure will be that entire runner will be kept inside an airtight chamber so that the pressure at the exit will be less than atmospheric pressure. അതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ. വാട്ടറിന്റെ ജെറ്റ് എൻട്രി ചെയ്യുന്നതും ഇതിന്റെ അകത്തേക്ക് കൂടി ഫ്ലോ ചെയ്യുന്നതും when it leaves. So that based on the direction of flow, you can classify it into radial flow machine, axial flow machine, then tangential flow machine, and mixed flow machine. Radial flow machine എന്ന് പറയുന്നത് മെഷീന്റെ കേസിലാണെങ്കിൽ when the water flows in the radial direction, അതായത് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ഇൻവേർട്ട് ഫ്ലോ ടൈപ്പും ആവും ഔട്ട്വേർഡ് ഫ്ലോ ടൈപ്പും ആവും. എന്ന് വെച്ചാൽ റണ്ണറിന്റെ ഔട്ടർ റേഡിയൽ ടിപ്പിൽ എൻട്രി ചെയ്ത് ഇറ്റ് ഫ്ലോസ് റേഡിയൽ along in the radial direction and it leaves from the turbine from the center. അങ്ങനെയാണെങ്കിൽ പുറത്തെ പെരിഫറിയിലെ റേഡിയൽ ടിപ്പിൽ എൻട്രി ചെയ്ത് റേഡിയൽ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് ഇന്നർ ടിപ്പിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ അതിന് ഇൻവേർട്ട് ഫ്ലോ ടർബൈൻ എന്ന് പറയും. And if the direction, and if it enter the center, that means inner tip will enter ചെയ്ത് റേഡിയൽ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് ഔട്ടർ പെരിഫറിയിൽ നിന്ന് വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻസ് എന്ന് പറയും. ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇസ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ, അതായത് ടാൻജന്റ് ആയിട്ട് ബ്ലേഡ്സിന് ടാൻജന്റ് ആയിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ടാൻജന്റ് ഫ്ലോ turbines. Then axial flow turbines are in the axial direction. Then mixed flow means it will enter radially and will leave axially. അപ്പോൾ അത് ഓരോന്നിനും ഓരോ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് മോഡേൺ ഫ്രാൻസിസ് ടർബൈൻസ് എന്ന് പറയുന്നത്, മോഡേൺ ഫ്രാൻസിസ് ടർബൈൻസ് ആർ എക്സാമ്പിൾ ഫോർ മിക്സഡ് ഫ്ലോ ടർബൈൻസ്. മിക്സഡ് ഫ്ലോ എന്ന് പറയുന്നത് എൻട്രി റേഡിയൽ ഡയറക്ഷനിലായിരിക്കും, റേഡിയലി എൻട്രി ചെയ്തിട്ട് ആക്ച്വലി ലീവ് ചെയ്യും. Therefore, that is example of present day modern Francis turbines are example for this mixed flow type. അതേസമയം ഓൾഡ് ഫ്രാൻസിസ് ടർബൈൻസ് ഇൻവെന്റ് ചെയ്ത് അതിന്റെ തുടക്കത്തിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റേഡിയൽ ഫ്ലോ മെഷീൻസ്, അതായത് അതിന്റെ എൻട്രി ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും റേഡിയൽ ഡയറക്ഷൻസിൽ ഓൾഡ് ഫ്രാൻസിസ് ടർബൈൻസ്. Pelton turbine or Pelton wheel is an example for a tangential flow turbine. Then Kaplan, നമ്മൾ Kaplan എന്നൊരു കാറ്റഗറി പറഞ്ഞു. Kaplan turbine is an example for axial flow turbines. അപ്പോൾ ഇത് ഓരോന്നും അതിന്റെ Kaplanഉം ഫ്രാൻസിസ് ടർബൈനും വരുമ്പോൾ എന്താണ് അതിന്റെ കൂടുതൽ നമുക്ക് അനാലിസിസിലോട്ട് പോകാം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. Based on the direction of flow through the runner, you can classify it into radial flow machine, radial flow turbine, tangential flow turbine, axial flow turbine, and mixed flow turbine. ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ഓക്കെ, നൗ another third criteria is based on the head. ഹെഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഇവിടെ പറഞ്ഞു. എന്താണ് ഹെഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. എത്ര ഹൈറ്റിലാണ് വാട്ടർ, എത്ര ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വാട്ടറിന്റെ സ്റ്റോർഡ് എനർജി കൂടുതലായിരിക്കും.
അപ്പൊ യൂസ് ചെയ്തുള്ള ഹെഡിനെ ബേസ് ചെയ്തിട്ട് you can classify it into three category. One, high head turbines, low head turbines and medium head turbines. അപ്പൊ ഇതിന് ഓരോന്നും ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. The turbines which are working under heads greater than 400 meters, 400 മീറ്ററിന് മേലെ ഹെഡ് ഉള്ള ടർബൈൻസ് എന്ന് വെച്ചാൽ അത്രയും ഹൈറ്റില് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള കേസിലാണെങ്കിൽ നമുക്ക് തന്നെ ഹൈ ഹെഡ് ടർബൈൻസ് എന്ന് പറയാം. ആൻഡ് ദ ടർബൈൻസ് വിച്ച് വർക്ക്സ് അണ്ടർ 60 meter to 400 meter, മീഡിയം ഹെഡ് ടർബൈൻസ് എന്നുള്ള ക്ലാസ് കാറ്റഗറി പെടുത്താം. ദെൻ വിച്ച് വർക്ക്സ് അണ്ടർ വെരി ലോ ഫ്രം 3 meters to 60 meter, we can call them as low head turbines. അപ്പോഴും നമ്മൾ ഹൈ ഹെഡ് ടർബൈൻസ് പറയുമ്പോൾ പെൽറ്റൺ വീൽസ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ടർബൈൻസിന്റെ മെയിൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ആക്ഷൻ ആണ്. സോ ദാറ്റ് റിക്വേഴ്സ് ഹൈ ഹെഡ്. അപ്പൊ പെൽറ്റൺ ടർബൈൻസ് ഒക്കെ ഹൈ ഹെഡ് ടർബൈൻസ് ആണ്. അപ്പൊ ഹൈ ഹെഡ് ടർബൈൻസ് ആകുമ്പോൾ എന്താണ്, റിക്വേർഡ് ക്വാണ്ടിറ്റി വിൽ ബി ലോ. ഈ ഫ്ലോ ഇവിടെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്, ഹെഡ് ആൻഡ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെൻ യു ഹാവ് വാട്ടർ സ്റ്റോർഡ് അറ്റ് വെരി ഹൈ ഹെഡ് മീൻസ് high kinetic energy ഉള്ള ജെറ്റ്, സോ ദ ക്വാണ്ടിറ്റി റിക്വയർമെന്റ് വിൽ ബി ലോ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ടർബൈൻസ് റിക്വയർ ലെസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോ. അതേസമയം തിരിച്ചാണ് ലോ ഹെഡ് ടർബൈൻസ് വരുമ്പോൾ യു ഹാവ് വെരി ലോ ഹെഡ്സ് അവൈലബിൾ. 3 meter തൊട്ട് 60 meter വരെയാണ്. സോ that turbines require the high rate of flow. Then medium head എന്ന് പറയുമ്പോൾ അതിന്റെ റേറ്റ് ഓഫ് ഫ്ലോ വിൽ ബി ഇൻ ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ പെൽട്ടൺ ടർബൈൻസ് ഹൈ ഹെഡ് ടർബൈൻസിന് എക്സാമ്പിൾ ആണ്. കെപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ലോ ഹെഡ് ടർബൈൻസിന് എക്സാമ്പിൾ ആണ്. മീഡിയം ഹെഡ് ഫ്രാൻസിസ് ടർബൈൻ യു ക്യാൻ പുട്ട് ഇൻ ടു ദിസ് കാറ്റഗറി. മീഡിയം ഹെഡ് ടർബൈൻസിന്റെ കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഒരു ക്രൈറ്റീരിയ മനസ്സിലാക്കുക. Then the last another criteria is based on the specific speed. സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നമ്മൾ ടർബൈന്റെ സ്പീഡ്, നമ്മൾ സ്പീഡ് എപ്പോഴും പറയുന്നത് അതിന്റെ റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് RPF നമ്മൾ പറയും. സോ വെൻ വി ഹാവ് ഡിഫറെന്റ് ടർബൈൻസ് ദർ, നമ്മൾ സാധാരണ കമ്പാരിസൺ എന്ന് പറയും. നമ്മൾ ടർബൈൻ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് ടർബൈന്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യുക. സപ്പോസ് യു ഹാവ് certain water quantity available for converting into useful power. അപ്പോൾ അതിന് നമുക്ക് ഡിഫറെന്റ് ടർബൈൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ we should be able to compare, or we should be able to choose the correct turbine. ഏതാണ് ബെറ്റർ പെർഫോം ചെയ്യുന്നത് നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെ കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ വിൽ ഡിഫൈൻ സർട്ടൈൻ ടേംസ് ദർ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു പെർട്ടിക്കുലർ ടേം ആണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. എന്താ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡെഫിനേഷൻ നോട്ട് ചെയ്തോളൂ. സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ഈസ് ഡിഫൈൻഡ് ആസ് the speed of a geometrically similar turbine which would develop 1 kilowatt power when working under a head of 1 meter. അത് 1 meter ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 kilowatt പവർ ജനറേറ്റ് ചെയ്യാൻ ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. ഈ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. So you can calculate the specific speed of different turbines. But different size-ലുള്ള turbines എടുത്തു കഴിഞ്ഞാൽ ഒരേ specific speed ആയിരിക്കും എല്ലാത്തിനും ഉണ്ടാവുക. So you can calculate the specific speed using this equation. Ns equal to n root p by ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ns എന്ന് പറയുന്നത് specific speed, here n speed of the turbine, normal speed, and RPF പറയുന്ന n quantity has to be substituted in RPM. P എന്ന് പറയുന്ന പവർ, അത് ജനറേറ്റ് ചെയ്യുന്ന പവർ, ദാറ്റ് ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ കിലോവാട്ട്. ഏത് യൂണിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൂടെ എഴുതി വെച്ചോളൂ നിങ്ങൾ. എൻ RPF, പി പവർ ഇൻ കിലോവാട്ട്, എച്ച് ഇസ് ഹെഡ് ഇൻ മീറ്റേഴ്സ്. അപ്പൊ ഒരു ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ടർബൈന് ജോമെട്രിക്കലി സിമിലർ ആയിട്ട്, ജോമെട്രിക് സിമിലർ എന്നുള്ളത് നിങ്ങൾക്ക് സിമിലാരിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണോ ജോമെട്രിക് സിമിലാരിറ്റി എന്നൊക്കെ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള ഒരു ടർബൈനിന്റെ കേസിൽ 1 മീറ്റർ ആ ടർബൈൻ 1 മീറ്റർ ഹെഡ് വർക്ക് ചെയ്യുമ്പോൾ 1 കിലോ വാട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ട റൊട്ടേഷണൽ സ്പീഡിനെയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ടേക്ക് ഡിഫറെന്റ് ടർബൈൻസ് ഓഫ് ഡിഫറെന്റ് സൈസസ്, if all those turbines are operating under same head, that will be having the same specific speed. പല സൈസിലുള്ള ടർബൈൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ടർബൈൻസും ജോമെട്രിക്കലി സിമിലർ ആണെങ്കിൽ ഒരേ ഹെഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതെല്ലാത്തിനും സ്പെസിഫിക് സ്പീഡ് സെയിം ആയിരിക്കും. അതാണ് പറയുന്നത്. NS you can calculate based from this equation. ആ NS-നെ ബേസ് ചെയ്തിട്ട് you can classify into 3 category. എന്താണ്? ഹൈ സ്പെസിഫിക് സ്പീഡ് വരുന്ന ടർബൈൻസ്, ലോ സ്പെസിഫിക് സ്പീഡ് വരുന്ന ടർബൈൻസ്, then medium specific speed turbines. So you can classify based on the specific speed of the turbine as high specific speed turbine, low specific speed turbine and medium specific speed turbine. ഇതെന്താണ് ഹൈ ലോ എന്നുള്ളത് ഇവിടെ കാറ്റഗറി ഒരു റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ when the specific speed of the turbine falls between 300 and 900, you can classify them as high specific speed. 40 to 450 റേഞ്ചിലാണ് സ്പെസിഫിക് സ്പീഡ് എങ്കിൽ അതിനെ മീഡിയം സ്പെസിഫിക് സ്പീഡ് ടർബൈൻസ് എന്ന് പറയും. ആൻഡ് ഇഫ് ഇറ്റ് ബിറ്റ്വീൻ 8 to 30 you can categorize them as low specific speed turbines. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നോക്കുക, ഈ സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷനിൽ ഹെഡിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും? when the turbine head is very high, NS value will be low. അല്ല, NS-ഉം H-ഉം തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണുള്ളത്. അപ്പൊ ഹൈ ഹെഡ് ആയിട്ടുള്ള ടർബൈൻസ് ലോ സ്പെസിഫിക് സ്പീഡ് ഉള്ള ടർബൈൻസ് ആയിരിക്കും. അതേസമയം ലോ ഹെഡ് ആയിട്ടുള്ള ടർബൈൻസ് ഹൈ സ്പെസിഫിക് സ്പീഡ് ഉള്ള ടർബൈൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഹെഡിനെ ബേസ് ചെയ്തുള്ള അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓർക്കുക. പെൽട്ടൺ ടർബൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഹൈ ഹെഡ് ടർബൈൻസ്. ഇവിടെ വരുമ്പോൾ എന്തായി? സ്പെസിഫിക് സ്പീഡിന്റെ ബേസിക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ദേ ആർ ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻസ്. Similarly, Kaplan turbine case പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? Kaplan turbines are working under low head. So when you classify them based on specific speed, you can call them as high specific speed turbines. H-ന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് NS-ന്റെ വാല്യൂ കൂടും. H-ന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് H-ന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് NS-ന്റെ വാല്യൂ കുറയും. So you can classify based on the turbines based on the specific speed of the turbine.